എൻ്റെ ചാനൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഒരു 3 മണി ടൈമിലാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കാലാവസ്ഥ നല്ല അടിപൊളി, ഒരു റൈനി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ജേണൽ ബുക്കൊക്കെ ഒന്ന് എടുത്തൊക്കെ വിചാരിച്ചിട്ടോ. ഞാൻ കുറച്ച് ജേണലൊക്കെ ചെയ്യാറുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജേണൽ കേട്ടോ. കുറച്ചായിട്ടുള്ള ഈ ബുക്ക് വാങ്ങിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഈ ബുക്ക് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മച്ചി അവിടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തേങ്ങാച്ചോറ് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇന്ന് തേങ്ങാമുറി അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനുശേഷം ഞാൻ തേങ്ങാമുറിക്ക് അതുപോലെ തന്നെ സമൂസയ്ക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിയാൻ തുടങ്ങിയിരുന്നു. നോമ്പല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തുടങ്ങാൻ വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു മൂച്ചിമരം ഉണ്ട് കേട്ടോ, അതായത് മാങ്ങമരം ഉണ്ട് കേട്ടോ. അവിടെ ചെറുതായിട്ട് മാങ്ങ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ മാങ്ങകളൊന്നുമില്ല, നല്ല കുറച്ച് മാങ്ങകളുണ്ട്. ഈ ഒരു മൂച്ചിമരത്തിൻ്റെ ചുറ്റോറം ഞങ്ങൾ വല കെട്ടിക്കണം, അതായത് കുട്ടികളവിടെ പറിച്ചുകൊണ്ട് അതൊക്കെ. ഈ ഒരു ടൈമിൽ ഈ ചാമ്പക്ക ഉണ്ടാവും, എനിക്കറിയത്തില്ല. സാധാരണ ചാമ്പക്കൻ്റെ സീസൺ അല്ലല്ലോ ഈ ടൈമിൽ, പക്ഷേ ഞങ്ങളെ മരത്തുമ്മ ചെറുതായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇറച്ചിക്കറിയൊക്കെ നല്ല തിളക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാമുറിക്ക് നമുക്ക് എഗ്ഗ് വേണം. അപ്പോൾ എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്, എഗ്ഗ് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നിസ്കരിച്ചു കേട്ടോ, പോയി അസറ നിസ്കരിച്ചു. അതിനുശേഷം ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ബോറടിച്ചിരുന്നു കേട്ടോ മുറ്റത്ത്. അതിനുശേഷം ഈ എഗ്ഗിനെ ബോയിൽഡ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് തോല് പൊളിച്ചെടുത്തു കേട്ടോ. അതോടെ തന്നെ ഞാൻ കൈയോടെ തന്നെ തോല് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തേങ്ങാമുറിക്കും അതുപോലെ തന്നെ സമൂസയ്ക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കിഴങ്ങ് ആഡ് ചെയ്യുന്നത് പുഴുങ്ങിങ്ങാണ്ടാണ് കേട്ടോ, അതായത് കുക്കറിലൊരു 2-3 വിസിലടുപ്പിച്ച് കണ്ട് പുഴുങ്ങിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടോ. സാധാരണ ഉണ്ടെന്ന് ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി അങ്ങനത്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. റെസിപ്പി ഒന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി നമുക്ക് തേങ്ങാമുറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു എഗ്ഗ് തൊലി പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റോറ് ഈ മസാല ഉണ്ടോ ഇങ്ങനെ പൊതിന് ശേഷം നമ്മൾ മൈദമാവ് ഉണ്ടാവില്ല, മൈദയ്ക്ക് തുള്ളി വെള്ളം കൂട്ടിയാണ് കുറച്ചൊക്കെ ലൂസാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അതിലേക്ക് മുക്കിയതിന് ശേഷം റസ്കും പൊടി, കട്ലേറ്റിന് യൂസ് ചെയ്യുന്ന റസ്കും പൊടി നമ്മൾ ഇതിലേക്ക് മുട്ടും. അത് ബ്രെഡ് പൊടി ആയാലും പ്രശ്നമല്ല, റസ്കും പൊടി അങ്ങനെ മുക്കുക, എന്നിട്ട് പൊരിച്ചെടുക്കുക. സിമ്പിളാണ്. അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. സമൂസ മരിഞ്ഞ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ തേങ്ങാമുറി. 3 എണ്ണമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്ത തേങ്ങേൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. അതിന് ശേഷം വെച്ചത് പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊക്കവട ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ, പിന്നെ മുഹബത്ത് സർബത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങി കൊടുക്കാൻ ടൈമായപ്പോൾ ഞാൻ വത്തക്ക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തത്. ഫ്രൂട്ട്സായിട്ട് വത്തക്കയുള്ളൊന്നുള്ളത്, പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ തരിക്കഞ്ഞി ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലയിടത്ത് പള്ളിയിൽ നിന്ന് ബിരിയാണി കഞ്ഞിയാണ് കിട്ടാറ്, പക്ഷേ ഞങ്ങളിവിടെ ഉണ്ടാക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മുഹബത്ത് സർബത്തും ഉണ്ട്, പിന്നെ ഒരു പഴം കൊണ്ടൊരു ജ്യൂസും ഉണ്ട് കേട്ടോ. മഗ്‌രിബ് ബാഗ് കൊടുത്തപ്പോഴാണ് നോമ്പ് തുറന്നു കേട്ടോ. ക്യാരറ്റ് അതുപോലെ തന്നെ നാരങ്ങളും മുഹബത്ത് സർബത്തും ഉണ്ടായിരുന്നു. എനിക്ക് ആ തേങ്ങാമുറി ടേസ്റ്റ് ചെയ്ത് നോക്കാനായിരുന്നു ആവേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങാമുറിയും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ ഉള്ളിൽ എഗ്ഗ് ഇങ്ങനെ വെച്ചാണ്ടാവും, അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സമൂസ കഴിച്ചു. അതിന് ശേഷം എൻ്റെ ടാബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, സ്റ്റഡി ടാബിൾ അങ്ങനെ ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടൊന്ന്. അതിനുശേഷം ഞാൻ ഒരു 8 മണി ഇശാ നിസ്കരിച്ചതിന് ശേഷം ബീഫും അതുപോലെ തന്നെ ബീഫ് വരട്ടും, ബീഫ് കറിയും, ബീഫ് തേങ്ങ കറി, അതുപോലെ തന്നെ തേങ്ങാച്ചോറും പപ്പടം. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എൻ്റെ ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുള്ളൂ. ബൈ.